കാര്യം 3,17,070 രൂപ അല്ലെങ്കിൽ 3,17,000 രൂപ നമ്മുടെ ദീപകിന്റെ കുടുംബത്തിന് കൊടുക്കാൻ കഴിയും. ഞങ്ങൾ 1 ലക്ഷം എന്ന് പറഞ്ഞാണ് തുടങ്ങിയത്. 3,17,000 റുപ്പീസ് ദീപകിന്റെ കുടുംബത്തിന് ഇന്ന് രാവിലെ ക്യാഷായിട്ടും അതോടൊപ്പം ദീപകിന്റെ അക്കൗണ്ടിലുമായിട്ടും 3,17,000 രൂപ നമ്മൾ എത്തിച്ചിട്ടുണ്ട്. അത് ഞങ്ങളാൽ കഴിയുന്ന ഒരു പിന്തുണ നമ്മുടെ മക്കളോ അല്ലെങ്കിൽ നമ്മുടെ ജീവിതം നഷ്ടപ്പെട്ടാൽ ഒന്നിനും പരിഹാരമാകില്ല. പക്ഷേ നമ്മളാൽ കഴിയുന്ന നമ്മളാൽ കഴിയുന്ന ധാർമ്മിക പിന്തുണ എന്ന രീതിയിൽ 3,17,000 റുപ്പീസ് എത്തിച്ചിട്ടുണ്ട്. ഇതാണ് ആദ്യത്തെ കാര്യം. 2, ജനുവരി 17, അതായത് ജനുവരി 17 ദിവസത്തിന്റെ പ്രത്യേകത പ്രിയപ്പെട്ട ദീപകിന്റെ ജന്മദിനവും നമ്മളെ വിട്ടുപിരിഞ്ഞ ദിനവും ഒന്നാണ്. ആ ദിവസം നമ്മൾ ഇനിയും കേരളത്തിൽ ദേശീയ തലത്തിൽ ഞങ്ങൾ സംസാരിക്കുന്നുണ്ട്. കേരളത്തിൽ പുരുഷാവകാശ ദിനം എന്ന പേരിൽ, അതായത് ജനുവരി 17 പുരുഷാവകാശ ദിനമെന്ന പേരിൽ ദീപകിന്റെ ജന്മദിനവും ദീപക് നമ്മളെ വിട്ടുപിരിഞ്ഞ ദിനവും എല്ലാ വർഷവും അങ്ങനെ ആചരിക്കാനും, കാര്യം ഓർമ്മിക്കാൻ വേറെ എന്താ ഉള്ളത്? നമ്മളൊക്കെ ഇത് കഴിഞ്ഞാൽ കൂടി വന്നാൽ 2 ആഴ്ചയോ 3 ആഴ്ചയോ കഴിഞ്ഞ് പോവും. ആ വീട്ടുകാർക്ക് വേറെ എന്തുണ്ട്? നമ്മുടെ എല്ലാം കുടുംബത്തിൽ സംഭവിച്ചൊരു കാര്യം ഓർത്താൽ മതി. ഇത് പലപ്പോഴും പത്രക്കാരോട് പറയുമ്പോഴും മറ്റും അവർക്കതിൻ്റെ വേദന അല്ലെങ്കിൽ പലപ്പോഴും മനസ്സിലാകാത്തതോ പല ആൾക്കാരും അതിനെ അംഗീകരിക്കാത്തതോ, ആരാൻ്റെ അമ്മയ്ക്ക് ഭ്രാന്ത് പിടിച്ചാൽ കാണാൻ രസമാണ്, പക്ഷേ സ്വന്തം അമ്മയ്ക്കാവുമ്പോഴേ അതിൻ്റെ വേദന മനസ്സിലാവും. ആരാൻ്റെ മോൻ കള്ളക്കേസിലോ വ്യാജ പരാതിയിലോ വ്യാജ വീഡിയോയിലോ പെട്ടാൽ നമുക്കത് സംവാദവും ചർച്ചയും പരസ്പരം അങ്ങോട്ടും ഇങ്ങോട്ടും തർക്കിക്കാന്നുള്ളതാണ്. ഇത് നമ്മുടെ മക്കൾക്ക് ആർക്കെങ്കിലുമോ നമ്മുടെ സഹോദരനോ വല്ലോ സംഭവിച്ചാൽ മാത്രമേ അതിൻ്റെ വേദന. നേരത്തെ കുട്ടികൾ ജയന്തൻ അടക്കമുള്ള ആൾക്കാരെ നിങ്ങൾ കാണുകയുണ്ടായി, ശ്രീ അഖിൽ അടക്കമുള്ള ആൾക്കാരെ കാണുകയുണ്ടായി. ജീവിതത്തിൽ അവരനുഭവിച്ച വേദന. അല്ലെങ്കിൽ സുനീർ ഇതേപോലെ തിരുവനന്തപുരത്ത് ആത്മഹത്യ ചെയ്തതാണ്. അതായത് ഓൾറെഡി 29 വയസ്സ് മാത്രമേ ഉള്ളൂ. വ്യാജ പരാതിയിൽ ആത്മഹത്യ ചെയ്തതാണ്. നമ്മുടെ ആരെങ്കിലും ആവുമ്പോഴാണ് നമുക്ക് ആ പൊള്ളൽ അറിയുക. അപ്പം നമുക്ക് പക്ഷേ ഒന്നും ചെയ്യാൻ കഴിയില്ല. അവരെ ഓർമ്മിപ്പിക്കാൻ അദ്ദേഹത്തിൻ്റെ ഓർമ്മ ദിനമായി ജനുവരി 17 പുരുഷാവകാശ ദിനമായി ആചരിക്കാൻ നമ്മൾ ആഗ്രഹിക്കുന്നുണ്ട്. 3, ഈ ഹോമീസ് ആപ്പ് പോലുള്ള കാര്യങ്ങൾ മെൻസ് കമ്മീഷൻ വളരെ കാര്യമായി പ്രൊമോട്ട് ചെയ്യുകയും ഏതെങ്കിലും രീതിയിൽ പുരുഷന്മാർക്ക് ഒരു എക്കോസിസ്റ്റം ഉണ്ടാകണമെന്ന് ആഗ്രഹിക്കുകയും ചെയ്യുന്നുണ്ട്. ആ ഹോമീസ് ആപ്പിൻ്റെ ഒരു മോഡൽ നമുക്കൊന്ന് കാണിക്കാം. വരാമെങ്കിൽ ഇതിനു വേണ്ടി ബാംഗ്ലൂരിൽ നിന്ന് വന്നതാണ്. നമ്മൾ ഇന്ന് ടെക്നോളജിയും മറ്റുമുള്ള കാലത്ത് നടുക്കോട്ട് വരാമെങ്കിൽ എന്താണ് ഒരുപാട് ബ്രീഫായിട്ട് മതിയോ? സോ ഒരു വർഷം ഇന്ത്യയിൽ ഏകദേശം 2 ലക്ഷം ആണുങ്ങളാണ് സൂയിസൈഡ് ചെയ്യുന്നത്. ഓക്കെ, അതിൽ ഈ 2 ലക്ഷം ആളുകളിൽ ഏറ്റവും കൂടുതൽ മെയിൽ സൂയിസൈഡ് ഉള്ളത് കേരളത്തിലാണ്. സോ ദാറ്റ്സ് എ വെരി ഷോക്കിംഗ് ന്യൂസ് ആക്ച്വലി. സോ 2024 വരെയുള്ള കണക്കാണ്. സോ 2026 കണക്ക് വന്നിട്ടില്ല, ഇത് 25 കണക്ക് ഇതുവരെയായിട്ടും വന്നിട്ടില്ല. സോ ഇറ്റ് വിൽ ബി വെരി ഹ്യൂജ്, സംതിങ് അറൌണ്ട് 4 lakhs. ആൻഡ് മെൻ സൂയിസൈഡ് കമ്പയർഡ് ടു വുമൺ 79% ആണ് കൂടുതൽ. വുമൺസ് അറൌണ്ട് 21% ആണ്. സോ അതിനാണ് ഞാൻ ഈ പ്ലാറ്റ്ഫോം ഉണ്ടാക്കിയത്. ഇറ്റ്സ് കോൾഡ് ഹോമീസ് മെൻ കി ബാത്ത് എന്നാണ് ഈ പ്ലാറ്റ്ഫോമിന്റെ പേര്. 79% പുരുഷന്മാരാണ് ആത്മഹത്യ. നമ്മളിപ്പോ 79% ആണ് ടോട്ടാലിറ്റിയിൽ ഉണ്ടാകുന്നത്. അതോടൊപ്പം ഇപ്പൊ നമ്മൾ തുടങ്ങിയിട്ട് ഏകദേശം 12 മിനിറ്റായി. ഈ സമയത്തിനുള്ളിൽ ഇന്ത്യയിൽ ഏകദേശം 3 പുരുഷന്മാർ ആത്മഹത്യ ചെയ്ത് കാണും, 1 സ്ത്രീയും ആത്മഹത്യ ചെയ്ത് കാണും. അതാണ് നാഷണൽ ക്രൈം റെക്കോർഡ്സ് ബ്യൂറോ നൽകുന്ന കണക്ക്. അപ്പം പുരുഷന്മാരുടെ ആത്മഹത്യ എത്ര വലിയ പ്രശ്നമാണ് എന്ന് നമ്മൾ തിരിച്ചറിയണം. വ്യാജ പരാതികൾ മാത്രം കാരണമല്ല, ബാക്കി പല കാരണങ്ങൾ കാരണം. അപ്പം പുരുഷന്റെ മെന്റൽ വെൽബീയിങ്, പുരുഷന്റെ മാനസികമായ പ്രശ്നങ്ങൾ, ഇത്തരം കാര്യങ്ങൾക്ക് കണക്ട് ചെയ്യാനും അവർക്കൊരു കമ്മ്യൂണിറ്റിയായി നിൽക്കാനും ഈ ഹോമീസ് മെൻ കി ബാത്ത് അത് പ്രവർത്തിക്കും. നമ്മളിത് മിഷൻ മെൻസ് കമ്മീഷൻ ഇതിന്റെ ഫുൾ കാര്യങ്ങൾ പരിശോധിച്ചു. വളരെ നല്ല ഡിജിറ്റൽ എക്കോസിസ്റ്റമാണ്. അതുകൊണ്ടാണ് നമ്മൾ ഇതിനെ എൻഡോസ് ചെയ്യുന്നത്. ഭാവിയിൽ അതൊരു സസ്റ്റൈനബിൾ മോഡലിലേക്ക് തന്നെ പോയി ഏതൊരു പുരുഷനും എത്താൻ കഴിയുന്ന രീതിയിലേക്ക് കൊണ്ടുവരാനാണ് കരുതുന്നത്. നിങ്ങൾ കൂടി അതായത് ഈ ഇത്രയും ആണുങ്ങളുടെ സൂയിസൈഡിന്റെ കാരണം എന്താന്ന് പറഞ്ഞു കഴിഞ്ഞാൽ മാനപ്പ് എന്ന് പറയുന്ന ഒരു പ്രോബ്ലമാണ്. അതായത് ഞാൻ ആണാണ്, ഞാൻ എല്ലാ പ്രോബ്ലം ഫേസ് ചെയ്യും എന്നൊരു ഇതുകൊണ്ടാണ് അവർ ആരുടെ ഹെൽപ്പ് ചോദിക്കത്തില്ല ആണുങ്ങൾ. സോ ദേ ഫീൽ ജഡ്ജ്മെന്റ്. ഓക്കെ, സോ ഈ പ്ലാറ്റ്ഫോം എന്ന് പറഞ്ഞാൽ ഇറ്റ്സ് എ അനോണിമസ് പ്ലാറ്റ്ഫോം. സോ നിങ്ങൾക്ക് നിങ്ങളുടെ ഡീറ്റെയിൽസോ കാര്യങ്ങളോ ഒന്നും കൊടുക്കണ്ട. നിങ്ങൾ ഗൂഗിളിൽ ലോഗിൻ ചെയ്തിട്ട് ഈ പ്ലാറ്റ്ഫോമിൽ വരുമ്പം ദർ വിൽ ബി 2 സ്റ്റെപ്പ് ഓഫ് വെരിഫിക്കേഷൻ. ഒന്ന് ഫേസ് വെരിഫിക്കേഷൻ. ഫേസ് വെരിഫിക്കേഷനിൽ നിങ്ങൾ ആണാണെങ്കിൽ മാത്രമേ അകത്ത് പോകാൻ പറ്റത്തുള്ളൂ. അതിനുശേഷം വോയിസ് വെരിഫിക്കേഷനും ഉണ്ടാവും ടു മേക്ക് ഷുവർ ദറ്റ് യു ആർ എ മാൻ. അതിനുശേഷം നിങ്ങൾക്ക് യുണീക്കായിട്ട് ഹോമീസ് ID തരും. അപ്പോൾ അതിൽ നിങ്ങൾക്ക് വേറെ ഒരു പേരും ഇടാൻ പറ്റത്തില്ല. നിങ്ങളുടെ പ്രശ്നങ്ങൾ മാത്രം അവിടെ പറയാം.
അതാണ് പ്ലാൻ. അതിൽ അനോണിമസ് ആയിട്ട് പുരുഷന്മാർ സപ്പോർട്ട് ചെയ്യും. ഇനി അതിൽ എക്സ്പേർട്ട് ഹെൽപ്പാണ് വേണ്ടെങ്കിൽ അങ്ങനെയുള്ളവരെ കണക്ട് ചെയ്യുകയും വളരെ അഫോർഡബിൾ ആയിട്ടും സപ്പോർട്ടീവ് ആയിട്ടും ചെയ്യും. ദ ഹോമീസ് മെൻ കി ബാത്ത് എന്നാണ് ശ്രീ സദിഖ് അടക്കമുള്ളവരാണ്. അദ്ദേഹത്തിന്റെ കൂടെ വന്ന് വിക്രം അടക്കമുള്ളവർ. ഇവരെല്ലാം വലിയ ടെക്നോളജിക്കൽ എക്സ്പെർട്ടീസും വളരെ വർഷത്തെ കോർപ്പറേറ്റ് എക്സ്പീരിയൻസും ഉള്ളവരൊക്കെയാണ്. ഇവർ യഥാർത്ഥത്തിൽ ഒരു സോഷ്യലി സസ്റ്റൈനബിൾ മോഡലിൽ കൂടെ ചെയ്യുന്നത് ഈ വിഷയം അത്ര വലിയ പ്രശ്നമാണെന്ന് അറിയുന്നതുകൊണ്ടാണ്. താങ്ക് യു സദിഖ്.